ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും നമസ്കാരം. 5 വർഷം ഞങ്ങൾക്ക് തിയോളജിക്കൽ സെമിനാരി ഇല്ലാത്ത സമയത്ത് പരിശുദ്ധ മാർപ്പാപ്പായുടെ സ്കോളർഷിപ്പ് കൊണ്ട് കത്തോലിക്ക സെമിനാരിയിൽ പഠിച്ച ഒരു സെമിനാരിയനാണ് ഞാൻ. അതിനുശേഷം എനിക്ക് ട്രിനിറ്റി കോളേജിൽ 2 വർഷവും കൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനത്തിനും കത്തോലിക്ക സഭയുടെ സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി. ഹോളി ഗോസ്റ്റ് മിഷണറിമാരുടെ കൂടെയായിരുന്നു എൻ്റെ താമസം. അവിടെ അവർക്ക് പട്ടം കൂടെ ശുശ്രൂഷ നടക്കുമ്പം എൻ്റെ ചെറിയ മനസ്സിൽ കോറിയിട്ട ഒരു കാര്യം, ബിലീവ് വാട്ട് യു റീഡ്, പ്രീച്ച് വാട്ട് യു ബിലീവ് ആൻഡ് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. അതെൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ കണ്ടമാനം സ്വാധീനിച്ചു. പക്ഷേ ആ സ്വാധീനം വേറൊരു നിലയിൽ പ്രസംഗിക്കാതിരിക്കാൻ പോലും എന്നെ പല സന്ദർഭങ്ങളിലും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രസംഗം പോലെ ജീവിതം പ്രാവർത്തികമാക്കുവാൻ അത്ര എളുപ്പമല്ല എന്നുള്ള കണ്ടെത്തലിൽ നിന്നുമാണ്. 1971 കത്തോലിക്ക സഭയും സിറിയൻ ഓർത്തഡോക്സ് സഭയും തമ്മിൽ ക്രിസ്റ്റോളജിക്കൽ ആയിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. അതിനുശേഷം 1984 പരിശുദ്ധ കാലം ചെയ്ത മാർപ്പാപ്പ തിരുമേനിയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായും ഞങ്ങളുടെ കാലം ചെയ്ത പത്രിയർക്കീസ് ബാവ ഇഗ്നാത്യോസ് സാക്ക ഒന്നാമൻ ബാവായും തമ്മിൽ ഉള്ള എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ഈ എഗ്രിമെൻ്റ് കത്തോലിക്ക സഭയും മലങ്കര യാക്കോബായ സുറിയാനി സഭയും തമ്മിൽ അഭൂതപൂർവമായ ഒരു മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു എഗ്രിമെൻ്റായിരുന്നു. പൗരസ്ത്യ കത്തോലിക്ക സഭ എടുത്തു പറയുമ്പം ലോകത്തിൽ 2ാമത്തെ ഏറ്റവും വലിയ ഒരു സഭയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ സിറോ മലബാർ സഭ, സുറിയാനി പാരമ്പര്യമുള്ള സഭകൾ, ആ സഭകൾ തമ്മിലുള്ള ഐക്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കാവുന്ന മേഖലകൾ കൂടുതൽ ആഴങ്ങൾ പഠിച്ച് കണ്ടെത്തി ഐക്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ യാത്ര വളരെ സുന്ദരവും വളരെ ശുഭകരവും എക്യുമെനിക്കൽ യാത്രയിൽ നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതുമാണ്. കരുണ, കരുതൽ, കാവൽ, ഇതൊക്കെയാണ് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്നത്. ആരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭ, അനുരഞ്ജനത്തിൽ ഒന്നിച്ചു നീങ്ങുന്ന ഒരു സഭ, ഒന്നായി അനുരഞ്ജനപ്പെട്ട് മുന്നോട്ട് പോകണമെന്നുള്ള മനോഹരമായ ഗീതം സിറോ മലബാർ സഭയുടെ കുർബാനയിൽ മുഴങ്ങിക്കേൾക്കാറുണ്ട്. നിശ്ചയമായിട്ടും സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണ്. ക്രൈസ്തവ സഭകളെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആരെയും ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ലാത്തൊരു കെട്ട കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്ന് യാതൊരു തർക്കവുമില്ല. ഇവിടെയാണ് സഭകൾക്ക്, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്ക് തനതായിട്ടുള്ള ഒരു സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ സാധിക്കേണ്ടുന്നത്. വിഫലമായ സാക്ഷ്യം പ്രബലമായ ഒരു സഭയിൽ നിന്നും ഉണ്ടാകുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടും പ്രാർത്ഥനയോടും നോക്കിക്കാണുന്നത് ആഗോള കത്തോലിക്ക സഭയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സാക്ഷ്യം ഏത് കാലത്തും എല്ലാ രാജ്യങ്ങളിലും ഉയർന്നു നിൽക്കേണ്ടുന്നത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഈ പരിശുദ്ധ സഭയെ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയെ, ഇവിടെ പിതാക്കന്മാരെല്ലാവരും സഭയെക്കുറിച്ച് കരുതലുള്ളവരാണ്. ആ കരുതൽ, ആ സ്നേഹം, ആ കാവൽ തുടർന്നും ഞങ്ങളുടെ സഭയോടൊപ്പം ഉണ്ടാകണം എന്ന് വളരെ വിനീത ഹൃദയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥനയിൽ, ഹൃദയത്തിൽ ഞങ്ങളുമുണ്ട് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.